ശ്രീസ് ലേണിംഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2024ലെയും 2025ലെയും കറണ്ട് അഫയേഴ്സ് ആണ്. 60 കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് ഏർപ്പെടുത്തിയ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് IB സതീഷ്. അപ്പോൾ സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പരിസ്ഥിതി മിത്രം പുരസ്കാരം. ഇതിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം ലഭിച്ചത് IB സതീഷിനാണ്. ഹാരപ്പൻ കാലത്തിന് മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ഹാരപ്പൻ കാലത്തിന് മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷിപഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയാണ് കോട്ടയം. കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷിപഠന കേന്ദ്രം നിലവിൽ വരുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയത് രമേശ് കാവിലാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രമേശ് കാവിൽ. 2025 ജൂണിൽ വെടിയേറ്റു കൊല്ലപ്പെട്ട അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ വ്യക്തിയാണ് ജോനാഥൻ ജോസ് ഗോൺസാലസ്. ജോനാഥൻ ജോസ് ഗോൺസാലസ് ആണ് 2025 ജൂണിൽ വെടിയേറ്റു കൊല്ലപ്പെട്ട അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ വ്യക്തി. റഷ്യയിലെ 5 വ്യോമത്താവളങ്ങളിൽ യുക്രൈന്റെ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഡ്രോൺ ആക്രമണമാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. അപ്പോൾ റഷ്യയിലെ 5 വ്യോമത്താവളങ്ങളിൽ യുക്രൈന്റെ സുരക്ഷാ ഏജൻസിയായ SBU, യുക്രൈന്റെ സുരക്ഷാ ഏജൻസി ഏതാണ്? SBU നടത്തിയ ഡ്രോൺ ആക്രമണമാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. UN പൊതുസഭയുടെ പ്രസിഡന്റാണ് അനലീന ബാർബോക്ക്. അപ്പോൾ അനലീന ബാർബോക്ക് ആണ് UN പൊതുസഭയുടെ പ്രസിഡന്റ്. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദിയാണ് കാനഡ. 2025 നടക്കുന്നത് എത്രാമത് G7 ഉച്ചകോടിയാണ്? 51ാമത് G7 ഉച്ചകോടിയാണ്. എവിടെയാണ് നടക്കുന്നത്? കാനഡ. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവളയാണ് അമോലോപ്സ് ഷില്ലോങ്. അമോലോപ്സ് ഷില്ലോങ് തവള ഇനമാണ്. ഇത് മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നുമാണ് കണ്ടെത്തിയത്. അപ്പോൾ അമോലോപ്സ് ഷില്ലോങ് എന്താണ്? തവള ഇനമാണ്. ഇത് എവിടെ നിന്നും കണ്ടെത്തി? മേഘാലയയിലെ ഷില്ലോങ്. കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷേത്രം ഓങ്ങല്ലൂരിലെ തളിയിൽ ശിവക്ഷേത്രം. കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷേത്രമാണ് ഓങ്ങല്ലൂരിലെ തളിയിൽ ശിവക്ഷേത്രം. കേരളത്തിലെ പുതിയ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരളത്തിലെ പുതിയ സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? റവാഡ ചന്ദ്രശേഖർ. 2025 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. എന്താണ് 2025 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം? എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് 2025 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. 2024 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച യാത്രാ വിവരണ ഗ്രന്ഥമാണ് ആരോഹണം ഹിമാലയം. അപ്പോൾ ആരോഹണം ഹിമാലയം എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിനാണ് 2024 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. 2025 വനിതാ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് നേടിയത് ഒഡീഷയാണ്. 2025 വനിതാ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് നേടിയത് ഒഡീഷ. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പൊതുസ്ഥലങ്ങളിലെ പ്രവേശനക്ഷമതയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് സുഗമ്യ ഭാരത്. അപ്പോൾ എന്താണ് സുഗമ്യ ഭാരത്? ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പൊതുസ്ഥലങ്ങളിലെ പ്രവേശനക്ഷമതയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് സുഗമ്യ ഭാരത്.
ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2. കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ നേർവഴി. കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിന്റെ പേരെന്താണ്? നേർവഴി. മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI ആരംഭിച്ച പ്രവർത്തനമാണ് ഓപ്പറേഷൻ ചക്ര 5. ഇപ്പോൾ എന്താണ് ഓപ്പറേഷൻ ചക്ര 5? മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് CBI ആരംഭിച്ച പ്രവർത്തനമാണിത്, ഓപ്പറേഷൻ ചക്ര. ഇത്രയും കാര്യം നമുക്കൊന്നുകൂടി നോക്കാം. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് ഏർപ്പെടുത്തിയ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? IB സതീഷ്. ഹാരപ്പൻ കാലത്തിന് മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കടപ്പൂര്. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചതാർക്ക്? രമേശ് കാവിൽ. 2025 ജൂണിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ വ്യക്തി ജോനാഥൻ ജോസ് ഗോൺസാലസ്. റഷ്യയിലെ 5 വ്യോമത്താവളങ്ങളിൽ യുക്രൈന്റെ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഡ്രോൺ ആക്രമണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. UN പൊതുസഭയുടെ പ്രസിഡന്റ് അനലീന ബാർബോക്ക് 2025 നടന്നത് എത്രാമത് G7 ഉച്ചകോടിയാണ്? 51. എവിടെയാണ് വേദി? കാനഡ. എന്താണ് അമോലോപ്സ് ഷില്ലോങ്? തവള ഇനമാണ്. ഇത് എവിടെ നിന്നാണ് കണ്ടെത്തിയത്? മേഘാലയയിലെ ഷില്ലോങ്. ഓങ്ങല്ലൂരിലെ തളിയിൽ ശിവക്ഷേത്രം കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? റെവാഡ ചന്ദ്രശേഖർ. എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നത് എന്തിന്റെ പ്രമേയമാണ്? 2025 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമാണ്. ആരോഹണം ഹിമാലയം എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിനാണ് 2024 മികച്ച യാത്രാവിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. 2025 വനിതാ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് ലഭിച്ചത് ഒഡീഷയ്ക്കാണ്. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പൊതുസ്ഥലങ്ങളിലെ പ്രവേശനക്ഷമതയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പാണേത്? സുഗമ്യ ഭാരത്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയുടെ സ്ഥാനം 2. കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിന്റെ പേരാണ് നേർവഴി. മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI ആരംഭിച്ച പ്രവർത്തനമാണ് ഓപ്പറേഷൻ ചക്ര 5. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രശസ്ത സാഹിത്യകാരനായ M മുകുന്ദന്റെ ആത്മകഥ എന്റെ എംബസി കാലം. പ്രശസ്ത സാഹിത്യകാരനായ M മുകുന്ദന്റെ ആത്മകഥ ഏതാണ്? എന്റെ എംബസി കാലം. ദേശീയ ആയുർവേദ ദിനമാണ് ഒക്ടോബർ 29. അപ്പോൾ ഒക്ടോബർ 29ന്റെ പ്രത്യേകത എന്താണ്? ദേശീയ ആയുർവേദ ദിനമാണ്. 2024 ദേശീയ ആയുർവേദ ദിനത്തിന്റെ പ്രമേയമാണ് ലോകാരോഗ്യത്തിന് ആയുർവേദത്തിന്റെ നൂതന രീതികൾ. ലോകാരോഗ്യത്തിന് ആയുർവേദത്തിന്റെ നൂതന രീതികൾ എന്നതാണ് 2024 ദേശീയ ആയുർവേദ ദിന പ്രമേയം. 2024 ഒക്ടോബറിൽ ദൃശ്യമായ 80,000 വർഷങ്ങൾക്കു ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന വാൽനക്ഷത്രമാണ് ഷൂജിൻഷാൻ അത്ലറ്റ്സ്. അപ്പോൾ ഷൂജിൻഷാൻ അത്ലറ്റ്സ് 2024 ഒക്ടോബറിൽ ദൃശ്യമായ 80,000 വർഷങ്ങൾക്കു ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന വാൽനക്ഷത്രത്തിന്റെ പേരെന്താണ്? ഷൂജിൻഷാൻ അറ്റ്ലസ് എന്നാണ്. എന്താണ് ഷൂജിൻഷാൻ അറ്റ്ലസ്? 2024 ഒക്ടോബറിൽ ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ട്രാമി. 2024 ഒക്ടോബറിൽ ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഏതാണ്? ട്രാമി. ട്രാമി എന്നത് ഒരു ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ്. ഫിലിപ്പീൻസിലാണ് വീശിയത്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ വീശിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണേത്? ട്രാമി ചുഴലിക്കാറ്റ്. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൻഡോർ പുരസ്കാരം ലഭിച്ചത്
റോഡ്രിക്കാണ്. മാഞ്ചസ്റ്റർ സിറ്റി താരമാണ് റോഡ്രി. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൻഡോർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റോഡ്രിക്കാണ്. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൻഡോർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഐറ്റാന ബോൺമാറ്റി, ബാഴ്സലോണ. ഐറ്റാന ബോൺമാറ്റി. അപ്പോൾ 2024 68ാമത് ബാലൻഡോർ പുരസ്കാരം ലഭിച്ച വനിതയാണ് ഐറ്റാന ബോൺമാറ്റിയും. മികച്ച പുരുഷ ഫുട്ബോൾ താരമാരാണ്? റോഡ്രിയുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭിന്നശേഷിക്കാരായ യുവതീ-യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച കലാസംഘമാണ് ഋഥം. അപ്പോൾ ഭിന്നശേഷിക്കാരായ യുവതീ-യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച കലാസംഘത്തിന്റെ പേരെന്താണ്? ഋഥം. ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം നിലവിൽ വന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം എവിടെയാണ് നിലവിൽ വന്നത്? ഉത്തരാഖണ്ഡില്. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് KS പുട്ടസ്വാമി. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് KS പുട്ടസ്വാമി. രോഗാണുബാധ മൂലമുള്ള ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന നിലയിലേക്ക് മാറുന്ന രോഗമാണ് ക്ഷയം. രോഗാണുബാധ മൂലമുള്ള ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന നിലയിലേക്ക് മാറുന്ന രോഗമാണേത്? ക്ഷയം. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് അഴീക്കൽ, കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ അഴീക്കലാണ് കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത്. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ധന. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ധന. ധന എന്ന വാക്കിന്റെ അർത്ഥം ഔദാര്യം എന്നാണ്. ധന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖത്തറാണ്. ഖത്തറാണ് ധന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഔദാര്യം എന്നാണ്. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഇത് ധന. 2024 ICC വനിതാ T20 വേൾഡ് കപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡാണ്. 2024 ICC വനിതാ T20 വേൾഡ് കപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. 2026 ICC വനിതാ T20 ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ടുമാണ്. അപ്പോൾ 2024 ICC വനിതാ T20 വേൾഡ് കപ്പ് കിരീടം നേടിയത് ന്യൂസിലൻഡാണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യ. 2026 ICC വനിതാ T20 ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇംഗ്ലണ്ട്. പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനെയാണ്. പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തെയാണ്? ജോർദാൻ. കേരളത്തിൽ ഡിജിറ്റൽ ഭൂസർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എന്റെ ഭൂമി. കേരളത്തിൽ ഡിജിറ്റൽ ഭൂസർവേക്കായിട്ട് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് എന്റെ ഭൂമി. മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നതാണ് ആശ്വാസ്. അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആശ്വാസ്. രാജ്യാന്തര മത്സരങ്ങളിൽ സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ആരാണ്? ആശാ ലതാ ദേവി. രാജ്യാന്തര മത്സരങ്ങളിൽ സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാരാണ്? ആശാ ലതാ ദേവി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ഭായി ലോകം. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ഇത്
ഭായി ലോകം. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല ഏതാണ്? എറണാകുളം. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല എറണാകുളമാണ്. എന്തായിരുന്നു ഭാഗ്യചിഹ്നം? തക്കുടു എന്ന് പേരിട്ട അണ്ണാനാണ്. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? ആലപ്പുഴയിലാണ്. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? ആലപ്പുഴ. 2024 ഇറാനി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കളാണ് മുംബൈ ടീമാണ്. 2024 ഇറാനി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ടീം. കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണ് ഐലിംസ് പോർട്ടൽ. എന്താണ് ഐലിംസ് പോർട്ടൽ? ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഐലിംസ്. ഐലിംസ് പോർട്ടൽ ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണ് ഐലിംസ് പോർട്ടൽ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? പ്രകൃതിയോടൊപ്പം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലാണ് ജ്ഞാനസ്നാനം. അപ്പോൾ ജ്ഞാനസ്നാനം എന്ന നോവൽ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രനാണ്. എന്താണ് പ്രതിപാദ്യ വിഷയം? ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയാണ് അതിലെ പശ്ചാത്തലം. എന്താണ്? ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവൽ ഏതാണ്? ജ്ഞാനസ്നാനം. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചെങ്ങാതി. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ചെങ്ങാതി. ഇതിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. ഇതിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരെന്താണ്? ഹമാരി മലയാളം. 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗലം കളി ഏത് വിഭാഗത്തിന്റെ അനുഷ്ഠാന കലയാണ്? മാവിലൻ. അപ്പോൾ 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മംഗലം കളി. ഇത് ഏത് വിഭാഗത്തിന്റെ അനുഷ്ഠാന കലയാണ്? മാവിലൻ വിഭാഗത്തിന്റെ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമാണ് ഇത്? മാവിലൻ സമുദായം. ഇവരുടെ അനുഷ്ഠാന നൃത്തമാണ് മംഗലം കളി. വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമാണ്. 2024 സ്കൂൾ യുവജനോത്സവ വേദി തിരുവനന്തപുരം. കേരള കാർഷിക സർവകലാശാലയുടെ മാങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനം പൗർണമി. കേരള കാർഷിക സർവകലാശാലയുടെ മാങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനത്തിന്റെ പേരാണ് പൗർണമി. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ദീപ്തി. 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻ കാങ്. അപ്പോൾ 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ആരാണ്? ഹാൻ കാങ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് സ്ട്രാസ്ബർഗ്. സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. 2024 ലോക പുസ്തക തലസ്ഥാനം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2025 ലോക പുസ്തക തലസ്ഥാനം ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത്. റബാത്ത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത്. അപ്പോൾ 2024 ലോക പുസ്തക തലസ്ഥാനം ഏതായിരുന്നു? ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ്. 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2026 റബാത്ത്. റബാത്ത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാനമാണേത്? റബാത്ത്. 2024 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന നിഹോൺ ഹിഡാൻഗ്യോ, ജപ്പാൻ. ജപ്പാനിലെ നിഹോൺ ഹിഡാൻഗ്യോ എന്ന സംഘടനയ്ക്കാണ്
2024 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത്? 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. അപ്പോൾ 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. കണ്ണുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധിയാണ് ട്രക്കോമ. ക്ലെമീഡിയ ഡ്രാക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. അപ്പോൾ ട്രക്കോമ എന്ന കണ്ണുകളെ ബാധിക്കുന്ന രോഗത്തിന്റെ കാരണം എന്താണ്? ക്ലെമീഡിയ ഡ്രക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ്. അപ്പോൾ ക്ലെമീഡിയ ഡ്രക്കോമാറ്റിസ് എന്ന ഒരു ബാക്ടീരിയ രോഗമാണ് കണ്ണുകളെ ബാധിക്കുന്നത്. അപ്പോൾ കണ്ണുകളെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ രോഗമാണേത്? ക്ലെമീഡിയ ഡ്രാക്കോമാറ്റിസ് ബാക്ടീരിയ രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. 2024 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയമാണ് മികച്ച ജീവിതത്തിനും മികച്ച ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം. മികച്ച ജീവിതത്തിനും മികച്ച ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം എന്നതാണ് 2024 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം. അപ്പോൾ ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ആണ്. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ. സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം എവിടെയാണ്? തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ. സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്തവർക്കായി വീട് വെക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഗൃഹശ്രീ പദ്ധതി. അപ്പോൾ സ്വന്തമായി ഭൂമി ഉള്ളവർക്ക് വീടില്ല എങ്കിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഗൃഹശ്രീ പദ്ധതി. ജാതി സെൻസസ് നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന. ജാതി സെൻസസ് നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഇതിനു മുമ്പ് ജാതി സെൻസസ് നടത്തിയ മറ്റു 2 സംസ്ഥാനങ്ങളാണ് ബീഹാറും ആന്ധ്രാപ്രദേശും. അപ്പോൾ ജാതി സെൻസസ് നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പാർവതി തിരുവോത്തിനാണ്, ഉള്ളൊഴുക്കിന്. അപ്പോൾ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം നൽകിയത് ആർക്കാണ്? പാർവതി തിരുവോത്തിനാണ്. കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന ഏത് പത്രത്തിന്റെ 100ാം വാർഷികമാണ് 2024 ഒക്ടോബർ 12 തികഞ്ഞത്? അൽ അമീൻ എന്ന പത്രമാണ്. അൽ അമീൻ. അപ്പോൾ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന അൽ അമീൻ എന്ന പത്രത്തിന്റെ 100ാം വാർഷികമായിരുന്നു 2024 ഒക്ടോബർ 12. സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ 1924 ഏത് പത്രം തുടങ്ങിയത്? അൽ അമീൻ എന്ന പത്രം തുടങ്ങിയത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ 1924 അൽ അമീൻ എന്ന പത്രം സ്ഥാപിച്ചത്. അതിന്റെ 100ാം വാർഷികമായിരുന്നു 2024 ഒക്ടോബർ 12. 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചരുവിലിനാണ്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ. കാട്ടൂർ കടവ് എന്ന നോവലിലാണ്. 2024 വയലാർ അവാർഡ് എത്രാമത്തെ വയലാർ അവാർഡായിരുന്നു? 48ാമത് വയലാർ അവാർഡാണ്. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് വിക്ടർ അബ്രോസ്, ഗാരി റോഫ്കിൻ എന്നിവർക്കാണ്. അപ്പോൾ 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? വിക്ടർ അബ്രോസ്, ഗാരി റോഫ്കിൻ എന്നിവർക്കാണ്. മൈക്രോ RNA കണ്ടുപിടുത്തം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെ കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്.
അപ്പോൾ വിക്ടർ അബ്രോസിനും ഗാരി റോക്കിനുമാണ് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അത് എന്തായിരുന്നു വിഷയം? മൈക്രോ RNA കണ്ടുപിടുത്തത്തിനും പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെ കുറിച്ചുള്ള ഗവേഷണത്തിനുമായിരുന്നു എന്ത് ലഭിച്ചത്? നോബൽ പുരസ്കാരം 2024 ലഭിച്ചത്. 2024 രസതന്ത്ര നോബൽ സമ്മാനം നേടിയവർ ആരൊക്കെയാണ്? സിയാറ്റിലെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ ഗവേഷകനായ ഡേവിഡ് ബേക്കറിനും ലണ്ടനിലെ ഗൂഗിൾ ഡീപ് മൈൻഡിൽ പ്രവർത്തിക്കുന്നവരായ ജോൺ ജമ്പർ, ഡെമിസ് ഹസബിസ് എന്നിവർക്കാണ്. അപ്പോൾ 2024 രസതന്ത്ര നോബൽ ലഭിച്ചത് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബിസ് എന്നിവർക്കാണ്. കമ്പ്യൂട്ടിങ്ങിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീൻ ഘടകങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ എന്തിനാണ് ഈ രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബെക്കറിനും ജോൺ ജമ്പറിനും ഡെമിസ് ഹസബിസിനും ലഭിച്ചത്? കമ്പ്യൂട്ടിങ്ങിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീൻ ഘടകങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചതൊക്കെയാണ് ജോൺ ഹോപ്പ് ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്കാണ്. ജോൺ ഹോപ്പ് ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്കാണ് മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്നതിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡനുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ് നോബൽ സമ്മാനം ഇവർക്ക് 2 പേർക്കും ലഭിച്ചത്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്ക് ഒന്നുകൂടി പഠിക്കാം, ഒന്നുകൂടി നോക്കാം. 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? ജോൺ ഹോപ്പ് ഫീൽഡും ജെഫ്രി ഹിൻഡനും. 2024 രസതന്ത്ര നോബൽ ലഭിച്ചത് ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബിസ്. 2024 വയലാർ അവാർഡ് ലഭിച്ച ആർക്കാണ്? അശോകൻ ചെരുവിലിനാണ്. കാട്ടൂർക്കടവ് എന്ന നോവലിന് പുരസ്കാരം 48ാമത് പുരസ്കാരമാണ്. 2024 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച ആർക്കൊക്കെയാണ്? വിക്ടർ അബ്രോസ്, ഗാരി റോക്കിൻ മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം നൽകിയതാർക്ക്? പാർവതി തിരുവോത്ത് ഉള്ളൊഴുക്കിനാണ്. കേരളത്തിന്റെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന ഏതു പത്രത്തിന്റെ 100ാം വാർഷികമാണ് 2024 ഒക്ടോബറിൽ തികഞ്ഞത്? അല്ലമീൻ. അല്ലമീന്റെ സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. എന്നാണ് അല്ലമീൻ പത്രം തുടങ്ങിയത്? 1924 സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്തവർക്കായി വീട് വെക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഗൃഹശ്രീ പദ്ധതി. ജാതി സെൻസസ് നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനം തെലങ്കാന. മറ്റ് 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ബീഹാറും ആന്ധ്രാപ്രദേശും. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16, 2024 പ്രമേയം മികച്ച ജീവിതത്തിനും മികച്ച ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം. സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ഡ്രാക്കോമ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. കണ്ണുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധി ഡ്രോക്കോമ, ക്ലമീഡിയ ഡ്രോക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിനുള്ള കാരണം. 2024 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന നിഹോൺ ഹിഡാൻഗ്യോ. 2024 സാമ്പത്തിക ശാസ്ത്രം ലഭിച്ചത് ഡാരോൺ അസെമോഗ്ലു. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. 2024 ലോക പുസ്തക തലസ്ഥാനം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2025 ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2026 മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്ത്. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാമിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ദീപ്തി. 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻഗാങ്. 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗലം കളി ഏത് വിഭാഗത്തിന്റെ അനുഷ്ഠാന കലയാണ്? മാവിനൻ.
കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ലളിത വിഭാഗമായ മാവ്ലിൻ സമുദായത്തിന്റെ അനുഷ്ഠാന നൃത്തമാണിത്. മംഗലംകളി. വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ മാങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിന് പൗർണമി. കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി പ്രകൃതിയോടൊപ്പം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവൽ ജ്ഞാനസ്നാനം. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചെങ്ങാതി. ഇതിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? ആലപ്പുഴ. 2024 ഇറാനി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ടീം. കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടൽ ഏതാണ്? ഐലിംസ് പോർട്ടൽ, ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതിഥിത്തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഭായി ലോക. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയായിരുന്നു? എറണാകുളം. കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തക്കുടു എന്ന് പേരിട്ട അണ്ണാൻ. രാജ്യാന്തര മത്സരങ്ങളിൽ സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ആശ ലതാദേവി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചൽ, തിരുവനന്തപുരം. പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനെയാണ്. കേരളത്തിലെ ഡിജിറ്റൽ ഭൂസർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ എന്റെ ഭൂമി. മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ്. 2024 ICC വനിതാ T20 വേൾഡ് കപ്പ് കിരീടം നേടിയത് ന്യൂസിലൻഡാണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യ. 2026 ICC വനിതാ T20 ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. രോഗാണുബാധ മൂലമുള്ള ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന നിലയിലേക്ക് മാറുന്ന രോഗം ക്ഷയം. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ധന. ധന എന്ന വാക്കിന്റെ അർത്ഥം ഔദാര്യം. ധന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഖത്തറാണ്. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘമാണ് റിഥം. ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നിയമ പോരാട്ടം നടത്തിയ വ്യക്തി ആരാണ്? KS പുട്ടസ്വാമി. 2024 ഒക്ടോബറിൽ ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഡ്രാമി. തെക്കുകിഴക്കൻ ഏഷ്യയിൽ വീശിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ഇത്? ഡ്രാമി. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൻഡോർ പുരസ്കാരം ലഭിച്ചാർക്കാണ്? റോഡ്രിക്കാണ്. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൻഡോർ പുരസ്കാരം ലഭിച്ചാർക്കാണ്? ഐറ്റാന ബോൺവാറ്റി, ബാഴ്സലോണ. പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദന്റെ ആത്മകഥ എന്റെ എംബസി കാലം. ദേശീയ ആയുർവേദ ദിനം എന്നാണ്? ഒക്ടോബർ 29. 2024 ദേശീയ ആയുർവേദ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോക ആരോഗ്യത്തിന് ആയുർവേദത്തിന്റെ നൂതന രീതികൾ. 2024 ഒക്ടോബറിൽ ദൃശ്യമായ 80,000 വർഷങ്ങൾക്ക് ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന വാൽ നക്ഷത്രം ഷൂ ചിൻ ഷാൻ അറ്റ്ലസ്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2. കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിന്റെ പേരാണ് നേർവഴി. മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI ആരംഭിച്ച പ്രവർത്തനമാണ് ഓപ്പറേഷൻ ചക്ര 5. 2024 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഗ്രന്ഥം ആരോഹണം ഹിമാലയം എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിനാണ്. 2025 വനിതാ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് നേടിയത് ഒഡീഷയാണ്. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പൊതുസ്ഥലങ്ങളിലെ പ്രവേശനക്ഷമതയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് സുഗമ്യ ഭാരത്. കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷണ സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷേത്രം ഓങ്ങല്ലൂരിൽ തളിയിലെ ശിവക്ഷേത്രം. കേരളത്തിലെ പുതിയ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. 2025 അന്താരാഷ്ട്ര
ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമാണ് എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. UN പൊതുസഭയുടെ പ്രസിഡന്റ് അലനീന ബാർബോക്ക് 2025 നടക്കുന്ന എത്രാമത് G7 ഉച്ചകോടിയാണ്? 51ാമത്. വേദി എവിടെയാണ്? കാനഡ. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവളയിനം അമോലോപ്സ് ഷില്ലോങ്. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് രമേശ് കാവിൽ. 2025 ജൂണിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ വ്യക്തി ജോനാഥൻ ജോസ് ഗോൺസാലസ്. റഷ്യയിലെ 5 വ്യോമത്താവളങ്ങളിൽ യുക്രൈന്റെ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഡ്രോൺ ആക്രമണം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് ഏർപ്പെടുത്തിയ പരിസ്ഥിതിമിത്രം പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം ലഭിച്ച വ്യക്തി IV സതീഷ്. ഹാരപ്പൻ കാലത്തിന് മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.